ഇലക്ഷന് ശേഷം ഗവൺമെൻറ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉയർത്തിയേക്കും എന്നുള്ളൊരു അഭ്യൂഹം മാർക്കറ്റിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്നും 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്കാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി 50 0.76%, ബാങ്ക് നിഫ്റ്റി 0.62%, നിഫ്റ്റി IT 0.89%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഇടിഞ്ഞു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1476ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 747ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. ഇന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി 2391 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 690 കോടിയുടെ ബൈയിങ് നടത്തി. മാർക്കറ്റ് 0.8% ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഇന്ത്യ വിക്സ് 9% ഉയരുകയും ചെയ്തു. പ്രധാനമായും ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ചുള്ള റൂമർ മാർക്കറ്റിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞത്. ഇപ്പോഴത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15%, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10%. ഇലക്ഷന് ശേഷം ഗവൺമെൻറ് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ മാറ്റം വരുത്തിയേക്കും എന്നതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഓൺഗോയിങ് ജനറൽ ഇലക്ഷൻ്റെ റിസൾട്ടിന് മുമ്പേ മാർക്കറ്റിൽ വരാനിരിക്കുന്ന പ്രോഫിറ്റ് ബുക്കിംഗ്, കൂടാതെ ക്രൂഡിൻ്റെ വില വർധനവ്, US ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുന്നത് ഇനിയും വൈകാനുള്ള സാധ്യത, ഇവയെല്ലാം മുന്നിൽ കണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ്. പ്രത്യേകിച്ചും മാർക്കറ്റ് റെക്കോർഡ് ഹൈയിൽ നിൽക്കുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് സാധാരണവുമാണ്. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2391 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ US മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഗ്ലോബൽ മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതും മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇനി 2 മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ടാറ്റ ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടൈറ്റാനിൽ 1.5% ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റ് അവറിന് ശേഷം ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. പക്ഷേ ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് മികച്ചതാണ്. ഏകദേശം 876 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ടൈറ്റാൻ ഇപ്രാവശ്യം 771 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് റെക്കോർഡ് ചെയ്തത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 4.8% ഉയർന്ന് 730 കോടിയിൽ നിന്നും 771 കോടിയിലേക്ക് എത്തി. ഇതോടൊപ്പം എബിറ്റ മാർജിൻ 9.53% ഇടിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് 12.2% എബിറ്റ മാർജിനാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ വർഷം 10.5% എബിറ്റ മാർജിനായിരുന്നു രേഖപ്പെടുത്തിയത്. എബിറ്റ 9.4% വർദ്ധിച്ച് 1191 കോടിയായി മാറി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1089 കോടിയിൽ നിന്നും 1191 കോടിയിലേക്കാണ് എബിറ്റ ഉയർന്നിരിക്കുന്നത്. റവന്യൂവിൽ 20% വർധനവുണ്ടായി. 9215 കോടിയിൽ നിന്നും 12494 കോടിയിലേക്കാണ് ടൈറ്റാൻ എന്ന കമ്പനിയുടെ റവന്യൂ ഉയർന്നിരിക്കുന്നത്. 10567 കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂവിൽ മാത്രമാണ് കമ്പനിക്ക് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇനി ഓരോ സെഗ്മെൻറ്റിലെയും പെർഫോമൻസ് പരിശോധിക്കാം. ടൈറ്റാൻ്റെ ഒരു പ്രധാന സെഗ്മെൻറ്റായ ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനി 19% വളർച്ച കൈവരിക്കുകയും 8998 കോടി രൂപ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ 20% വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇനി എൻ്റയർ ടൈറ്റാൻ എന്ന കമ്പനിയുടെ 20% റവന്യൂവും ടൈറ്റാൻ്റെ ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ടൈറ്റാൻ്റെ സെഗ്മെൻറ്റൽ റവന്യൂവിൽ 20% വർധനവുണ്ടായി 38,353 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ കമ്പനി 8% വളർച്ച കൈവരിച്ച് 940 കോടി രൂപ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 18% വളർച്ച കൈവരിക്കുകയും 3904 കോടി രൂപ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റ് വഴി കമ്പനിക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു. ഐ കെയർ സെഗ്മെൻറ്റിലെ പെർഫോമൻസ് ഫ്ലാറ്റാണ്. സെഗ്മെൻറ്റ് വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഐ കെയർ സെഗ്മെൻറ്റിൽ 5% വളർച്ചയാണ് ഉണ്ടായത്. കൂടാതെ കമ്പനിയുടെ എമർജിംഗ് ബിസിനസ്സിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എമർജിംഗ് ബിസിനസ് 26% വർദ്ധിച്ച് 197 കോടിയായി മാറി. അതേസമയം എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ എമർജിംഗ് ബിസിനസ് വഴിയുള്ള റവന്യൂ 28% വർദ്ധിച്ച് 378 കോടിയായി ഉയരുകയും ചെയ്തു. റീസെൻ്റ്ലി ടൈറ്റാൻ എന്ന കമ്പനി കാരറ്റ് ലൈനിൻ്റെ
ഫുള്ളി കാരറ്റ് ലൈനിൻ്റെ 100%-ഓളം സ്റ്റേക്കുകളും അക്വയർ ചെയ്തിരുന്നു. കാരറ്റ് ലൈനിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ 29%-ഓളം വളർച്ചയുണ്ടായി 2748 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൈറ്റാൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ സെഗ്മെൻറ്റിൽ 114% വളർച്ച കമ്പനി കൈവരിച്ചു. ഏകദേശം 373 കോടി രൂപയാണ് ഈ ക്വാർട്ടറിൽ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്തത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ ടൈറ്റാൻ്റെ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ സെഗ്മെൻറ്റ് 49%-ഓളം വളർച്ച കൈവരിക്കുകയും 760 കോടി രൂപ സമാഹരിക്കുകയും അല്ലെങ്കിൽ 760 കോടി രൂപയുടെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഗോൾഡിൻ്റെ പ്രൈസിൽ വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടും ടൈറ്റാൻ എന്ന കമ്പനി ജ്വല്ലറി സെഗ്മെൻറ്റിൽ 20%-ഓളം വളർച്ച കൈവരിച്ചത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. അതേസമയം 20%-ഓളം വളർച്ച കൈവരിച്ചത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. അതേസമയം മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തത് സ്റ്റോക്കിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ടൈറ്റാൻ എന്ന സ്റ്റോക്ക് 3487-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3500 ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് സ്റ്റോക്ക് മറികടന്നിട്ടുണ്ട്. 3500-അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 3250 എന്ന ലെവലിനെ ടച്ച് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ടാറ്റ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. ടാറ്റ ടെക്നോളജി 0.48% ഇടിഞ്ഞ് 1085-അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1400, 52 വീക്ക് ലോ 1020, 44,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. ടാറ്റ ടെക്നോളജിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 28% ഇടിവാണ് വന്നത്. കഴിഞ്ഞ വർഷം 216 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ 187 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 170 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ പ്രോഫിറ്റ് 187 കോടിയായി ചുരുങ്ങുകയും പ്രോഫിറ്റിൽ മാത്രം 7%-ഓളം ഇടിവ് വരികയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ടാറ്റ ടെക്നോളജി എന്ന കമ്പനി 8 രൂപ 40 പൈസയുടെ ഫൈനൽ ഡിവിഡൻറ്റും 1 രൂപ 65 പൈസയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ടാറ്റ ടെക്നോളജിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 1289 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇനത്തിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് 2023 വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8%-ഓളം ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഈ ക്വാർട്ടറിൽ 12 ലാർജ് ഡീലുകൾ കമ്പനിക്ക് നേടാൻ സാധിച്ചു. 50 മില്യണിൽ പ്ലസ്സിലുള്ള റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത്. ടാറ്റ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ വരുന്ന ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റും റവന്യൂവും ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ 1000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.